ഹലോ. എന്താ ബാക്ക് ഏട്ടെന്ന് വിചാരിക്കും. ഇത് നിറയെ എൻ്റെ 5ാം ക്ലാസ് മുതൽ +2 വരെയൊക്കെയുള്ള എൻ്റെ മെമ്മറീസാണ്. അന്ന് മുതലേ ഞാൻ കുറേ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇതെല്ലാം. ഇത് ഒരു വീഡിയോ ആക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊരു കല്യാണ ലെറ്ററാണ്. അതിനകത്ത് ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി കാണിച്ചേക്കുവാണ്. കുറേ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഞാനൊരു വിജയ് ഫാനായതുകൊണ്ട് വിജയ് ഫോട്ടോസൊക്കെ ഉണ്ട്. പിന്നെ ഇത് 2006 എൻ്റെ ഡ്രോയിങ് ബുക്കാണ്. ഞാൻ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പം അന്ന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം ഈ ഡ്രോയിങ് ബുക്കിനകത്ത് വരച്ച് വെക്കും. ഇത് മണ്ണ് വെച്ചൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്, മണൽ. അങ്ങനെ കുറേ ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഡ്രോയിങ് ടീച്ചർ വരപ്പിച്ച പടങ്ങളൊക്കെയാണ്. പിന്നെ അല്ലാതെ ഞാൻ വരയ്ക്കുന്നത് ഓരോ പിക്ചറൊക്കെ കണ്ടിട്ട് വരയ്ക്കും. ഒന്നും പെർഫെക്ഷനൊന്നുമില്ല, പക്ഷേ ഇതെല്ലാം എൻ്റെ ഒരു അന്നത്തെ ഓർമ്മ. അന്ന് നമ്മുടെ മായാവി ലുട്ടാപ്പിയൊക്കെ കത്തിക്കുന്ന സമയമല്ലേ, അപ്പോൾ അത് ഉറപ്പായിട്ടും വരയ്ക്കുമല്ലോ. ഇത് പിന്നെ ഞാൻ എവിടെ നോക്കി വരച്ചതാണ്. അപ്പം അത് കണ്ടിട്ട് എൻ്റെ അനിയനും വരച്ച് അപ്പുറത്ത്. പിന്നെ ഇതൊക്കെ ഡ്രോയിങ് ബുക്കിൽ വരപ്പിച്ചിട്ടുള്ളതാണ്. അതങ്ങനെ ഒരു ഓർമ്മ. പിന്നെ ഇത് ഞാനൊരു ഫാഷൻ ഡിസൈനറായിരുന്നു ആ സമയത്ത്. കാണുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഡ്രസ്സുകൾ, പെൺകുട്ടിയാണല്ലോ, അപ്പം പെൺകുട്ടികളുടെ ഡ്രസ്സിനോടാണല്ലോ നമുക്ക് കമ്പമുള്ളത്. അപ്പം അങ്ങനത്തുള്ള ഡ്രസ്സുകൾ വരയ്ക്കുക, കളർ ചെയ്യുക, ഇതൊക്കെയായിരുന്നു കൂടുതൽ. ഇത് കണ്ട ഫ്രണ്ട്, ബാക്ക്, ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും കുത്തി വരച്ചുകൊണ്ടേയിരിക്കും. ശ്രേയ എന്ന് പറഞ്ഞൊരു നടിയാണ്, അങ്ങനെങ്ങാണ്ടാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇത് തലയും കൈ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ വരച്ച് ചേർത്തതാണ്. പിന്നെ എപ്പോഴും വരാ എന്നുള്ള ചിന്തയാണ്. പിന്നെ ഇതെൻ്റെ സ്കൂള്, അത് 6ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. അന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ഓട്ടോഗ്രാഫാണ്. പിന്നെ ഇതെൻ്റെ 10ാം ക്ലാസ്സിലെ ഒരു ഫ്രണ്ടിന് ഞാൻ +1 ആയപ്പോൾ എഴുതിയതാണ്, പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊരു ലെറ്ററാണ്. പിന്നെ ഇതിനകത്ത് കുറേ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതോ ഉടുപ്പിൻ്റെ കല്ലെങ്ങാണ്ട, അത് പിന്നെ ഏതാണ്ട് സ്പോഞ്ചൊക്കെ വെച്ച് ഒട്ടിച്ച് എന്തോ ഒരു കടി പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തോ അന്നൊന്നും ഫോണിൻ്റെ എന്തരില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ ചുമ്മാ ഇരിക്കുമ്പോൾ ഓരോന്നൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇതൊക്കെ കാർഡുകളും, ക്രിസ്മസ് കാർഡുകളും, നമ്മുടെ എല്ലാ വർഷവും നമുക്ക് ക്രിസ്മസ് ഫണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ്, നാഫിലാന്നങ്ങണ്ട കുട്ടിയുടെ പേര്, അവൾ തന്നെ വരച്ചുണ്ടാക്കി തന്നതാണ്. പിന്നെ ഇതൊക്കെ 1 രൂപയുടെ, 2 രൂപയുടെ അങ്ങനെയൊക്കെ വരുന്ന കാർഡുകൾ. ഓരോ കാർഡിൻ്റെയും വലിപ്പം അനുസരിച്ചായിരിക്കും അതിൻ്റെ വിലയും. 1 മുതൽ 5, 10 അങ്ങനെ പോവും. കുറേയൊക്കെ ചീത്തയായി പോയി, എന്നാലും കുറേ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഇങ്ങനെ വീടൊക്കെ മാറിയിട്ടുണ്ട്, കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. എന്നാലും ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേക്ക് കുറേയൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്. കുറേയൊക്കെ വീട്ടിലിരിക്കുക. നമ്മുടെ ഫൈനൽ ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ബുക്കുകൾ, ടെസ്റ്റുകൾ, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് കുറേയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെൻ്റെ +2 കൂടെ പഠിച്ചൊരു കൊച്ച്, +2 ഫ്രണ്ടാണ്. അപ്പോൾ അവൾ ഡ്രോയിങ് പഠിക്കാൻ പോയ സമയത്ത് വരച്ചതാണ്. അപ്പം ഞാനൊരു വിജയ് ഫാനായതുകൊണ്ട് അവൾ എനിക്ക് തന്നതാണ്. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 2012 അത് ഇയർ. ഇത് 2013. ഇതേതോ വാലൻറ്റൈൻസ് ഡേക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, രേവതി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് തന്നതാണ്. ഞാനത് അവളെ തലയിൽ കുത്തുന്ന സ്ലൈഡ് വരെ അതിനകത്തുണ്ട്. അങ്ങനെ കുറേ അന്ന് ഇത് 10ാം ക്ലാസ്സിലെങ്ങാണ്ട റിബണെങ്ങാണ്ട്
ഇത് 2008-2009 കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്കൂളിലെ മാഗസിനായിരുന്നു കുട്ടികളെ ഇറക്കുന്നത്. കുട്ടികളായിരുന്നു അതിന് മുൻകൈ എടുക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, അന്നത്തെ ഓട്ടോഗ്രാഫ് 1/10 ആദ്യത്തേത്, ഇത് 10, മറ്റേത് +2. പിന്നെ ഡിഗ്രിക്കൊന്നും മേടിക്കേണ്ട വന്നിട്ടില്ല, മേടിച്ചിട്ടുമില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ലാസ്റ്റ് ഗ്രീറ്റിംഗ് കാർഡ് കിട്ടുന്നത്. അന്ന് ആ സമയത്താണെങ്കിൽ ലൈറ്റൊക്കെ കത്തിയിട്ട് പാട്ടൊക്കെ പാടുന്ന അത് കിട്ടുമായിരുന്നു. അങ്ങനെ 1-2 കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വീട്ടിലിരിക്കുക. ഈ വീഡിയോ കാണുന്നവർ കുറേ ബാക്കിലേക്ക്, എന്ന് വെച്ചാൽ കുറേ വർഷം ബാക്കിലേക്ക് പോകാം. ഇത് ഞാൻ പണ്ടുണ്ടാക്കിയ ഒരു പേഴ്സാണ്. ഇതുപോലെ നമ്മൾ ഓരോന്നൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കത് നല്ലൊരു മെമ്മറീസ് ആയിരിക്കും.